തെരുവു നായ്ക്കളുടെ പുനരധിവാസത്തിൽ സുപ്രീം കോടതി വിധി അടിയന്തര പ്രാധാന്യത്തോടെ നടപ്പാക്കുമെന്ന് മന്ത്രി കെ.എം. ഷാജി ഏത് വിധത്തിൽ പദ്ധതി കൊണ്ടുവരാനാകുമെന്ന് പരിശോധിക്കും. ABC പദ്ധതി ഫലപ്രദമല്ലെന്നും മന്ത്രി പറഞ്ഞു. കേൾക്കാം. ഇപ്പോൾ വന്നിരിക്കുന്ന കോടതിയുടെ വിധി സത്യത്തിൽ ആശ്വാസകരമായൊരു വിധിയാണ്. അതെങ്ങനെ ഇംപ്ലിമെൻ്റ് ചെയ്യണം എന്നുള്ളത് കോടതിയുടെ വിധിയുടെ പശ്ചാത്തലത്തിൽ പഠിച്ചിട്ട് മാത്രമേ പറയാൻ കഴിയുള്ളൂ. അപ്പോൾ ഇതിനകത്ത് എങ്ങനെയാണത് ഇംപ്ലിമെൻ്റ് ചെയ്യേണ്ടതെന്ന് അടിയന്തരമായി പരിശോധിച്ചിട്ട് ഈ സർക്കാർ ആ വിഷയത്തിൽ വളരെ പെട്ടെന്ന് ഇടപെടുകയും അതിന് ജനങ്ങൾക്ക് ആശ്വാസകരമായ ഒരു തരത്തിലേക്കുള്ള തീരുമാനത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്യും. PS രഞ്ജിത്ത് ചേരുന്നു. രഞ്ജിത്ത് പുതിയ മന്ത്രിയാണ്. സാങ്കേതിക കാര്യമായ എല്ലാം പഠിക്കുകയും എത്രയും പെട്ടെന്ന് അടിയന്തര നടപടികൾ ഉണ്ടാവേണ്ട വിഷയമാണ്. കാരണം സുപ്രീം കോടതി ഈ വിഷയത്തിൽ അത്രത്തോളം പ്രാധാന്യത്തോടു കൂടിയാണ് ചില ഉത്തരവുകൾ ഉണ്ടായിരിക്കുന്നത്. രോഷ്നി, ഈ വിധിയെ വളരെ പോസിറ്റീവായിട്ടാണ് മന്ത്രി കാണുന്നത്. തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ ചുമതല അദ്ദേഹം ഏറ്റെടുക്കാൻ പോകുന്നേ ഉള്ളൂ. പക്ഷേ ആശ്വാസകരമായൊരു വിധിയായി അദ്ദേഹം ഇതിനെ കാണുന്നു. അടിയന്തര പ്രാധാന്യത്തോടുകൂടി ഇത് നടപ്പാക്കണം എന്ന് പറയുന്നു. പക്ഷേ ഇത് ഏത് വിധത്തിൽ നടപ്പാക്കാൻ സാധിക്കും എന്നതിനെക്കുറിച്ചൊരു കൂടിയാലോചന അത്യാവശ്യമാണ്. കാരണം ഈ തെരുവിൽ എത്ര നായ്ക്കളുണ്ട്, എത്ര തെരുവ് നായകളുണ്ട്, അവയെ പുനരധിവസിപ്പിക്കാൻ എത്രത്തോളം കേന്ദ്രങ്ങൾ ആവശ്യമായിട്ട് വരും, അതിൽ തന്നെ ആക്രമണകാരികളായ നായ്ക്കളെ ഉന്മൂലനം ചെയ്യാനുള്ള ഒരു വിധി കൂടി ഒരു വകുപ്പ് കൂടിയുണ്ട്. അപ്പോൾ അതെങ്ങനെ ചെയ്യാൻ സാധിക്കും എന്നതിനെക്കുറിച്ചൊക്കെ വിശദമായൊരു പഠനം ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു പഠനത്തിന് ശേഷം കൃത്യമായി ഈ വിധി നടപ്പാക്കും. തദ്ദേശ സ്ഥാപനങ്ങളെ സംബന്ധിച്ചും അതുപോലെ തന്നെ ഭയരഹിതമായി തെരുവിലൂടെ സഞ്ചരിക്കാൻ പൊതുജനങ്ങളെ സംബന്ധിച്ചും വളരെ പ്രാധാന്യമുള്ള ഒരു വിധിയായിട്ടാണ് അദ്ദേഹം ഇതിനെ കണക്കാക്കുന്നത്. ശരി, മന്ത്രിയുടെ പ്രതികരണമാണ് നമ്മൾ കേട്ടത്. PS രഞ്ജിത്താണ് വിശദാംശങ്ങൾ നൽകിയത്.